നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തിരുവനന്തപുരം സിറ്റിയിലോ വട്ടിയൂർക്കാവിലോ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചാൽ ജയിച്ചെന്നവരാ. അത്തരമൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. ശോഭാ സുരേന്ദ്രന് കായംകുളത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ മത്സരിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഷോൺ ജോർജിന് പൂഞ്ഞാറിൽ മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വിജയസാധ്യതയോടുകൂടി മത്സര രംഗത്തിറക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടായാൽ ആ ഒരു ഹൈപ്പ് നിലനിർത്തുകയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പോവുകയും ചെയ്യാം. രാജീവിനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകാനുള്ള സാധ്യത തെളിയുന്നു. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഒരുപക്ഷെ രാജീവിനെ വിളിച്ചെന്ന് വരാം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ശശി തരൂർ മത്സരിച്ചാൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം ഒഴിവ് വന്നാൽ അവിടെ മത്സരിക്കാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖരാവാം. അപ്പോൾ ഉണ്ടാവുന്ന നേതൃമാറ്റം, അതായത് 1.5 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന നേതൃമാറ്റം, ആ നേതൃമാറ്റത്തിന് തീർച്ചയായും ആദ്യം പരിഗണിക്കുക ശോഭാ സുരേന്ദ്രനെ ആവും. രാജീവ് ചന്ദ്രശേഖരൻ ശോഭാ സുരേന്ദ്രനിലേക്ക് മാറ്റം എളുപ്പമാകും. ഇതൊരു വളരെ കൃത്യമായ കണക്കുകൂട്ടിയുള്ള ഒരു സ്ട്രാറ്റജിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ്. BJPക്ക് അത് ഗുണം ചെയ്യുമെന്ന് തീർച്ചയാണ്. ഇത്രയും ബുദ്ധിപരമായ, ഇത്രയും തന്ത്രപരമായ ഒരു തീരുമാനം BJP നേതൃത്വം ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. ഉറപ്പാണ് ഇതിന് ഫലമുണ്ടാവും.